മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്തോ ബ്രോ ബ്രോ അടുത്തേ പെട്രോൾ പമ്പ് ഉണ്ടോ? എന്തോ പെട്രോൾ പമ്പോ? ഇവിടെ അങ്ങ് ആർക്കും വണ്ടിയൊന്നും ഇല്ല. അപ്പൊ ഇവിടെ അങ്ങ് പെട്രോൾ പമ്പ് ഒന്നും വരുന്നില്ല. പെട്രോൾ പമ്പ് ഇല്ല, ഇവിടെ ഇല്ല. ഷോപ്പിംഗ് മോൾ ഉണ്ടോ? മോള് ഏത് മോള്? ഈ വലിയ ബിൽഡിങ്ങിനകത്ത് കുറെ കടകളൊക്കെ കാണത്തില്ലയോ? അതുണ്ടോന്ന് ഇവിടെ? ഇവിടെ വലിയ കടകളൊന്നും ഇല്ല. അതുകൊണ്ട് അവിടെ ഒരു പെട്ടിക്കടയുണ്ട്. മൂത്രം ഒഴിക്കാൻ മുട്ടല്ലോ. നല്ലൊരു സ്ഥലം. എന്തോ സാറേ? എടോ, പൊതുസ്ഥലത്ത് മൂത്രം ഒഴിക്കരുത് കേട്ടോ. പൊതുസ്ഥലത്ത് മൂത്രം ഒഴിക്കരുത്. ഈ ഇതിനു വേണ്ടി ആക്കിയ പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ പണിതിട്ടേക്കുന്നത്. മൂത്രം ഒഴിച്ചതിന് 200 രൂപ. 200 രൂപയോ? 200 രൂപ. ടോയ്ലറ്റിൽ പോകണം. അതെവിടാ? മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിക്കണം? എടോ, ഇത്ര ഏക്കറിൽ കാണണ്ട എത്ര കുറ്റിക്കാടാ നടക്കുന്നത്. അതിനകത്തോടെ കയറി ഇരുന്ന് മൂത്രം ഒഴിക്കേ. 2 രൂപ. എടോ, അവിടെ ഏതെങ്കിലോട്ട് കയറി ഇരുന്ന് 2 സാധിക്കേ. സാധിച്ചിട്ട് തോണ്ട അപ്പുറത്ത് നല്ല പുഴയുണ്ട്, നല്ല ഒഴുക്കുള്ള വെള്ളം. അങ്ങോട്ട് ഇരുന്നാ മതി, അങ്ങ് പൊക്കോളും. പിന്നെ എന്തോ സാറേ? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നു. എന്നാ പെറ്റി 1000. മനുഷ്യനോട് സിഗരറ്റ് വലിക്കാൻ പറ്റത്തില്ല. എന്തൊരു നാടാണ്. കൊണ്ടടച്ചാ മതി. അയ്യേന്നോ, ഞങ്ങളെല്ലാം അങ്ങനെ. കൂട്ടിന് വരണോ? ഒരു വീഡിയോ എന്നാ മതി. നിയമലംഘനം. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് 5000 രൂപ. പുള്ളി പറഞ്ഞ സത്യം കേട്ടോ. ഈ പ്രകൃതി എന്നിട്ട് 2 പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. എന്താ ഭംഗി. ഏതെടുത്താലും പൈസ. എന്തൊരു കഷ്ടമാണ്. എന്തോ സാറേ ഇതൊക്കെ? എല്ലാം കൂടെ ഉണ്ടല്ലോ. കൊണ്ട് കോടതി അടച്ചാ മതി. സമാധാനം ഞാനിപ്പളേ നിയമലംഘിക്കാൻ സമ്മതിക്കത്തില്ല. ചേട്ടാ, കഴിക്കാൻ ഇവിടെ ബനാന. ഏത്തക്ക. എത്ര വേണം മോനെ? 1 കിലോ എടുത്തു. 1 കിലോ? ഇന്നത്തേക്കാണോ നാളത്തേക്കാണോ? ഇന്നത്തേക്ക്. ഇപ്പോഴത്തേക്കാ? മോൻ ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്ക് കഴിക്കാനാ. ഒറ്റയ്ക്ക് കഴിക്കാനെങ്കിൽ 1 കിലോ വേണ്ട മോനെ. മോൻ ആവശ്യത്തിനുള്ള കഴിക്ക്. വിശപ്പിനല്ലയോ? ആവശ്യത്തിനുള്ളത് ഉരുങ്ങി കഴിക്ക്. കിട്ടി. എന്താ മുട്ടായോ പേട എങ്ങാണ്ടാ തോന്നല്ലോ. ബില്ലടിച്ചിട്ടാണോ സാധനം എടുത്തിട്ട് കഴിക്കുന്നത്? കഴിച്ചിട്ടല്ലേ ബില്ലടക്കുന്നത്? അത് പോരാ. ഇവിടെ ഉള്ള സ്റ്റാഫിനോട് ആരെങ്കിലും ചോദിച്ചിട്ട് വേണ്ട ഇത് തിന്നാൻ. ഞാനിവിടുത്തെ മഫ്തിയിലെ സെക്യൂരിറ്റി. കണ്ടാ മനസ്സിലാവത്തില്ലയോ? അന്ന് ഞാൻ പൈസ അടച്ചിട്ട് നിന്നോളാം കേട്ടോ. തന്നെ കണ്ടിട്ട് ഒരു വശവശ കൊണ്ടോ. താൻ എന്തെങ്കിലും അടിച്ചു മാറ്റിട്ടുണ്ടോ? എന്തോ അടിച്ചു മാറ്റാൻ തന്നെ ഒന്ന് തപ്പട്ടെ. എന്തുകൊണ്ടാ കാണിക്കുന്നത്? എന്താ കാണിക്കുമെന്ന് കയറോ? എന്തുവാണോ? എന്തൊരു ശല്യമാന്നേ ഇതൊക്കെ. എവിടെ നിന്ന് വരുന്നു? പിന്നെ വേറെന്താ വേണ്ടേ? വേറെ ഉപ്പേരി ഉണ്ടോ? ഉപ്പേരി, ചക്ക ഉപ്പേരി ഉണ്ട്, ചക്രവരട്ടി ഉണ്ട്. എന്നാ അത് ഒരു കുറച്ചെടുത്തോ കേട്ടോ. കുറച്ച് 100,000 ക്യാമറയും വെച്ചിട്ടുണ്ട്. ആർക്കും ആരെയും ഒരു വിശ്വാസമില്ല. എന്റെ ദൈവമേ, നല്ല ടേസ്റ്റ് ഉള്ള ഏത്തക്കായിരുന്നു. നാടനാ മോനെ. ബേസ്റ്റ് എടുക്കളയും. ഗുഡ് മോർണിംഗ് സാർ. എടാ മക്കളെ, ഇത് കൂട്ടണ്ട. മൊത്തം 90 രൂപയുടെ സാധനമേ ഉള്ളൂ. ഈ സാറേ ഞങ്ങളുടെ പ്രൊസീജിയർ ആയത്. പ്രൊസീജിയർ. എത്രയായിരുന്നല്ലോ അവിടെ? മൊത്തം മോനെ എല്ലാം കൂടെ 80 രൂപ ആയിട്ടുണ്ട്. 80 രൂപ. സ്കാൻ ചെയ്യാൻ ചേട്ടോ. സ്കാനറിങ് എടുത്തു. അയ്യോ മോനെ, ഇവിടൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. 90 രൂപയുടെ ബില്ല് എന്താ ഇത്രയും വലിയ പേപ്പർ? സാറേ, ഞങ്ങൾ ഓഫറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി. സാർ ക്യാഷ് ആണോ കാർഡാണോ? പൈസ എടാ മക്കളെ. എടാ പൈസ ഇല്ല. പൈസ ഇല്ലയോ? പോകോ, മോൻ നാളെ കൊണ്ടു തന്നാ മതി. ചേട്ടാ എന്നെ അറിയോ? അത് കുഴപ്പമൊന്നുമില്ല. എവിടുത്തെ മോൻ? അച്ഛനേടത്തെ. അയ്യോ, അതും കുഴപ്പമില്ല. പിന്നെ കൊണ്ടു തന്നാ മതി. വിട്ടോ, കുഴപ്പമൊന്നുമില്ല. മക്കളെ പറ്റുണ്ടോ? പറ്റൊന്നും വിടില്ല. കുറിച്ച് വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതൊന്നും വിടില്ല. ഇല്ലയോ? പിന്നെ കൊണ്ടു തന്നാ മതിയോ? അതൊന്നും പറ്റത്തില്ല സാറേ. ഈ സാധനത്തിന്റെ പൈസ തരിക, എടുത്തോണ്ട് പോകും. അയ്യോ എടാ മക്കളെ, അതുകൊണ്ട് വീട് കണ്ടോ? അത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാ, കുഴിയത്തെ വീട്. നിനക്ക് അറിയത്തില്ലയോ? എന്റെ പൊന്ന് സാറേ, ഇതിന്റെ ഓണറിന്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞാലും നമ്മള് സാധനം പൈസ തരത്തില്ല. കുഴപ്പമില്ല മോനെ, പിന്നെ കൊണ്ടു തന്നാ മതി. വേറെന്തെങ്കിലും വേണം കഴിക്കാൻ? വേണ്ട. വീട്ടിൽ കൊണ്ടുപോയോ? കുഴപ്പമില്ല മോനോ, വീട്ടിൽ പോകോ. നാളെ തന്നാ മതി.
എടാ അവൻ എന്റെ അടുത്ത കൂട്ടുകാരനാന്ന്. അതൊന്നും തരത്തില്ല സാറേ. ഡോ ഞാൻ ഇതങ്ങ് എടുത്തോണ്ട് പോയേ. അതൊന്നും തരത്തില്ല. ഇല്ല എന്തുവാടാ? എടുത്തോണ്ട് പോക്ക്. എടാ അറിയാവുന്നവനാന്ന്. പറ്റത്തില്ല സാറേ. ഇറങ്ങൂ, എന്തുവാടാ? ഇറങ്ങിപ്പോളോ. പൈസ തരാതെ തരത്തില്ല. ഓ ഇവന്റെ ആരും ഞാൻ പറയുന്നില്ല. ഇപ്പൊ കിട്ടി. ചേട്ടാ ഈ അഡ്രസ് ഒന്ന് നോക്കിയേ. ഇതെന്തുവാ? ചേട്ടാ ഈ തച്ചിലടത്ത് വീട് എവിടെന്നറിയോ? തച്ചിലെടുത്ത ദിവാകരൻ കൊച്ചാട്ടന്റെ വീടോ? അത് രണ്ടാമക്കള്, രണ്ടുപേര്. മൂത്താള് ഡിഗ്രി, ഇളയാള് +2. ബന്ധുവാണോ? അപ്പൊ അടുത്തായിരിക്കും വീട്. എന്റെ വീടിന്റെ ഒരു 5 കിലോമീറ്റർ അപ്പുറം പുള്ളിയുടെ വീട്. പിന്നെ പുള്ളിയെ പറ്റി ഇതൊക്കെ എങ്ങനെ അറിയാം? ഈ ദിവാകരൻ കൊച്ചാട്ടൻ മാസത്തിൽ ഒരിക്കല് ഇവിടെ കച്ചിയൊക്കെ മേടിക്കാൻ പറ്റും, അങ്ങനെയുള്ള പരിചയം. മോനെ ഓ മക്കളെ എന്താണ് ഒരു അഡ്രസ് കണ്ടുപിടിച്ച് തരണമായിരുന്നടാ. കുഴിയത്ത് ഏത് കുഴിയത്ത്? ഇവിടെ ഒന്നും കുഴിയൊന്നും ഇല്ല. ഇത് ഫുള്ള് ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് നമ്പർ 512. 512? 511 കഴിഞ്ഞാൽ 512 അറിയാം. അതേ കൂടുതലൊന്നും എനിക്കറിയത്തില്ല എന്റെ പൊന്നി ചേട്ടാ. അപ്പൊ മോൻ ഇവിടെ ആദ്യമായിട്ടാണോ? ഞാനിവിടെ കഴിഞ്ഞ 20 വർഷം കൊണ്ടുണ്ട്. ഓ അവരുണ്ട് 10-15 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു മോനും ഒരു കിളവനും പിന്നെ ഒരു ചേട്ടനും ഒക്കെ ഉള്ള ഒരു വകുപ്പില്ല. ഇനി ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയത്തില്ല. അല്ല ഇൻസ്റ്റാഗ്രാം വീഡിയോ എല്ലാം ഉണ്ടോ? അതെന്തോ റേഷൻ കാർഡ് പോലെ എന്തെങ്കിലും ആണോ? അത് വേറെ സാധനമാണ്. അങ്ങനൊന്നും ഇല്ല മോനെ. അറിയാവുന്ന 512 മാത്രം അറിയാം. മോൻ ഏതാ? എന്നെ അറിയാൻ ഒരു വഴിയില്ല. വീടെവിടാ? എറണാകുളം. എറണാകുളത്ത് കെട്ടിച്ചു വിട്ട സുശീലയുടെ കൊച്ചുമോനല്ലയോ? എങ്ങനെ വിളിച്ചത്? മോനെ ഞാൻ പണ്ട് എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. ഞാനത്ര ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എനിക്കറിയാം മോനെ, എല്ലാരും അറിയാം. സുശീല കേൾക്ക സുഖം തന്നെ ഇല്ലയോ? അല്ല മക്കളെ അച്ഛനും അമ്മയോട് ഒന്ന് ചോദിച്ചേ കുഴിയത്ത് വീട് അവർക്ക് അറിയായിരിക്കും. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും തപ്പിക്കൊണ്ടിരിക്കുക. ഒരു ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് അവര് UK കയറി പോയതാ 15 വർഷം മുമ്പ്. ഇടയ്ക്ക് കുറച്ച് പൈസ അയച്ചു തരും, അല്ലാതെ അവരെവിടാന്നോ എന്തോന്നോ ഒരു വിവരവും എനിക്കില്ല. എന്റെ ദൈവമേ. അമ്മൂമ്മേ ഈ തച്ചിലടുത്ത് തറവാട് ഞാൻ മറ്റേ എറണാകുളത്തുള്ള മുന്നാധാരം എടുത്തോണ്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അച്ഛനാണെങ്കിൽ വയ്യാതെ കിടക്കുക. കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നല്ലോ, അപ്പൊ എടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞ്. പിന്നെ വിളിച്ചിട്ട് എടുത്തില്ല. അയ്യോ അതാ ഫോൺ എടുക്കണ ഞാൻ കംപ്ലൈന്റ് മക്കളെ. അന്ന് ആധാരം ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോയി. അയ്യോ അതുകൊണ്ട് ഇവിടുത്തെ കൊട്ടാട്ടൻ അങ്ങോട്ട് വന്നായിരുന്നു. എപ്പാ? ഇന്നലെ. എന്നാ കൊച്ചാട്ടന്റെ നമ്പർ ഇങ്ങനെ വിളിക്കട്ടെ. അയ്യോ പുള്ളിക്ക് ഫോണൊന്നുമില്ല. ഇവിടെ ആകെ ലാൻഡ് ഫോണല്ലേ ഉള്ളൂ. അതിലെ നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ ആധാരവും പുള്ളിയും ഈ എറണാകുളത്തെങ്ങാനും കാണും.